മയിലായി പറന്നുവ മഴവില്ലു തോൽക്കുമെന്നഴകേ കനിവായി പൊഴിഞ്ഞുതാ മണിപ്പേലിയൊന്നു നീ അരികേ. നിങ്ങൾക്ക് ഇതുപോലുള്ള മനോഹരമായ ഗാനങ്ങൾ സ്റ്റുഡിയോ ക്വാളിറ്റിയിൽ റെക്കോർഡ് ചെയ്യണോ? അതോ ലോകം മുഴുവൻ കേൾക്കാൻ വേണ്ടി ഒരു പോഡ്കാസ്റ്റ് സെറ്റപ്പ് വേണോ? അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിനോ അല്ലെങ്കിൽ ഗെയിമിങ്ങിനോ ഹൈ ക്വാളിറ്റിയുള്ള ഒരു ഓഡിയോ വേണോ? എന്നാൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോയുടെ അവസാനം വരെ കണ്ടിരിക്കണം. ഹായ് ഹലോ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഡയറി ഓഫ് ടെക്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വില കുറഞ്ഞതും പക്ഷേ ഹൈ ക്വാളിറ്റി സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതുമായ ഒരു കണ്ടൻസർ മൈക്രോഫോണാണ്. കണ്ടൻസർ മൈക്രോഫോൺ, ഡൈനാമിക് മൈക്രോഫോൺ, അതിൽ തന്നെ ഹാൻഡ് ഹെൽഡ്, വയർലെസ്, ലാപ്പിൽ, അങ്ങനെ പലതരത്തിലുള്ള മൈക്രോഫോൺസ് അവൈലബിൾ ആണ്. ഈ പറഞ്ഞവ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക. തീർച്ചയായും ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നതാണ്. ഓൺലൈൻ മാർക്കറ്റിൽ ഒരുപാട് ചീപ്പായിട്ടുള്ള മൈക്രോഫോൺസ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പക്ഷേ അതിൽ കൂടുതലും വെറും ട്രാഷാണ്. എന്നാൽ വലിയ വിലക്കുറവിൽ ഒരു സ്റ്റുഡിയോ ക്വാളിറ്റി ഓഡിയോ കിട്ടുന്ന ഒരു മൈക്രോഫോണാണ് നീവർ എന്ന കമ്പനിയുടെ NW700 എന്ന ഈ മോഡൽ. ഞാൻ ഈ മൈക്രോഫോൺ 4 വർഷം മുമ്പ് വാങ്ങിയതാണ്. ഒരുപാട് നാൾ ഞാനിത് ഉപയോഗിച്ചു. 4 വർഷം മുമ്പ് ഞാൻ റെക്കോർഡ് ചെയ്ത് പക്ഷേ റിലീസ് ചെയ്യാൻ പറ്റാതിരുന്ന ഈ മൈക്രോഫോണിൻ്റെ അൺബോക്സിംഗ് ആണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ ക്വാളിറ്റി കുറവാണെങ്കിൽ ക്ഷമിക്കുക. ഇതാണ് നമ്മുടെ നീയർ BM700 വരുന്ന ബോക്സ്. ഇതൊരു കിറ്റായിട്ടാണ് കിട്ടുന്നത്. ഇതിൽ നമുക്ക് എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. ആദ്യമുള്ളത് ഒരു പോപ്പ് ഫിൽറ്ററാണ്. പോപ്പ് ഫിൽറ്റർ നമുക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട് സൗജന്യമായി. പിന്നെ ഒരു ഡിസ്ക്രിപ്ഷൻ മാനുവൽ ഉണ്ട്, ഒരു സിംഗിൾ പേജ് ഡിസ്ക്രിപ്ഷൻ മാനുവൽ. പിന്നെ ഉള്ളതൊരു താങ്ക് യു കാർഡാണ് ഫ്രം ദ മാനുഫാക്ചേഴ്സ്. പിന്നെ ഉള്ളത് ഒരു സിസർ സ്റ്റാൻഡാണ്, മൈക്ക് സ്റ്റാൻഡ്, നമ്മുടെ BM700 ഫിക്സ് ചെയ്യാനുള്ള സ്റ്റാൻഡാണ്. പിന്നെ കിറ്റിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന ഒരു XLR to 3.5 mm ഒരു കേബിളാണ്. പിന്നെ നമ്മുടെ സിസർ സ്റ്റാൻഡ് ഡെസ്കിലേക്ക് അറ്റാച്ച് ചെയ്യാനുള്ള ഒരു കണക്ടർ. പിന്നെ ഒരു ഷോക്ക് പ്രൂഫ് മൗണ്ട്, നമ്മുടെ മൈക്രോഫോൺ കണക്ട് ചെയ്യാനുള്ള ഷോക്ക് പ്രൂഫ് മൗണ്ട്, ഒരു മൈക്ക് മഫ്ലർ. പിന്നെ ഇതാണ് നമ്മുടെ മൈക്രോഫോൺ നീവർ BM700. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു കിറ്റിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇത് എന്തൊക്കെയാണെന്ന് വേറെ ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല, കാരണം ഇതല്ലാതെ മറ്റൊരു മൈക്കിൻ്റെ റിവ്യൂ വരുന്നുണ്ട്. അതിന് ഞാൻ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഈ മൈക്രോഫോൺ കിറ്റിൽ എന്തൊക്കെയാണുള്ളതെന്ന് നിങ്ങൾ കണ്ടല്ലോ. ഞാനിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നും കൂടെ കാണിച്ചു തരാം. ആദ്യമേ തന്നെ നമ്മുടെ മൈക്രോഫോൺ ഷോക്ക് പ്രൂഫ് മൗണ്ടിലാണ് ഫിക്സ് ചെയ്യുന്നത്. ഈ മൗണ്ട് ഓൾറെഡി മൈക്ക് സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ മൈക്ക് സ്റ്റാൻഡിൽ തന്നെ നമ്മൾ പോപ്പ് ഫിൽറ്ററും ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. അതിനുശേഷം നമ്മുടെ മൈക്കിൽ XLR കേബിള് കണക്ട് ചെയ്യുക. ആ കേബിളിൻ്റെ മറ്റേ അറ്റം ഏതെങ്കിലും ഓഡിയോ ഇൻ്റർഫേസുമായിട്ട് കണക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് ഫോക്കസ് റൈറ്റിൻ്റെ സോളോ എന്ന ഓഡിയോ ഇൻ്റർഫേസിലാണ്. ഈ ഓഡിയോ ഇൻ്റർഫേസിൻ്റെ ഒരു അൺബോക്സിങ്ങും ഇൻട്രൊഡക്ഷനും ഉടനെ ചാനലുണ്ടാവും. പക്ഷേ നിങ്ങളിത് യൂസ് ചെയ്യണമെന്നില്ല. ഇതുപോലുള്ള വിലക്കുറവിൽ ലഭിക്കുന്ന ഒരു ഫാൻറ്റം പവർ ബോക്സ് ആണെങ്കിലും മതി. ഈ ഫാൻറ്റം പവർ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി, ഇതുപോലുള്ള കണ്ടൻസർ മൈക്രോഫോൺ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു എക്സ്റ്റേണൽ പവർ സോഴ്സിൻ്റെ ആവശ്യമുണ്ട്.
ഇങ്ങനെയുള്ള മൈക്കുകൾ ഏതെങ്കിലും കമ്പ്യൂട്ടറിലേക്കോ റെക്കോർഡിംഗ് ഡിവൈസിലേക്കോ ഡയറക്റ്റ് കണക്ട് ചെയ്താൽ വർക്ക് ചെയ്യില്ല. അപ്പോൾ ഈ മൈക്ക് വർക്ക് ചെയ്യാൻ ആവശ്യമായ 48 വോൾട്ടിനെയാണ് ഫാൻറ്റം പവർ എന്ന് പറയുന്നത്. ഇപ്പോഴുള്ള എല്ലാ ഓഡിയോ ഇൻ്റർഫേസിലും മിക്സറിലും ഒക്കെ ഈ ഫാൻറ്റം പവർ അവൈലബിൾ ആണ്. അപ്പോൾ ക്ലിയർ ആയല്ലോ? ബാക്ക് ടു വീഡിയോ. ഇത് നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ എക്സ്റ്റേണൽ റെക്കോർഡിംഗ് ഡിവൈസിലോ കണക്ട് ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും ഒരു ഓഡിയോ റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് റെക്കോർഡ് ചെയ്യുക. ഒരുപാട് ഫ്രീ ആൻഡ് പെയ്ഡ് ഓഡിയോ റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർസ് ഇപ്പോൾ അവൈലബിൾ ആണ് ഓൺലൈനിൽ. ഞാനൊരു ഫ്രീ ഓഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളിപ്പോൾ കണ്ട എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും ആ ഡിസ്ക്രിപ്ഷനിൽ കാണും. അപ്പോൾ ഇതാ നിങ്ങൾ കാത്തിരുന്ന ഓഡിയോ ടെസ്റ്റ്. നിങ്ങൾ അടുത്തത് കേൾക്കാൻ പോകുന്നത് NW700 വഴിയുള്ള എൻ്റെ ശബ്ദമായിരിക്കും. യാതൊരുവിധ എഡിറ്റിങ്ങും ഇല്ലാതെ സ്ട്രെയിറ്റ് ഫ്രം ദ മൈക്കാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. ഇത്രയും വിലക്കുറവിൽ ഈ ക്വാളിറ്റി മറ്റൊരു കണ്ടൻസർ മൈക്രോഫോണിന് നിങ്ങൾക്ക് തരാനാവില്ല. അപ്പോൾ ഇതിൻ്റെ വില അറിയുവാനും വാങ്ങാനുമുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടെന്നുള്ള കാര്യം മറക്കണ്ട. ഇനി നിങ്ങൾക്കൊരു ഹൈ ആൻഡ് പ്രൊഫഷണൽ ക്വാളിറ്റിയുള്ള ഓഡിയോ ആണോ ആവശ്യം? അതിനുവേണ്ടി കുറച്ചും കൂടെ ക്യാഷ് ചിലവാക്കാൻ നിങ്ങൾ റെഡിയാണോ? നിങ്ങൾക്കൊരു അടിപൊളി ഹോം സ്റ്റുഡിയോ തുടങ്ങാൻ പ്ലാനുണ്ടോ? എന്നാൽ ഇതല്ലാതെ മറ്റൊന്നും നിങ്ങൾ നോക്കണ്ട. ഇതെന്താന്നല്ലേ? കാത്തിരുന്നു പുഴമെലിഞ്ഞു കടവൊഴിഞ്ഞു കാലവും കടന്നുപോയി വേനലിൽ ദലങ്ങൾ പോൽ വളകളൂർന്നു പോയി.